ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസ ഫലം. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ക്ഷമ, വിട്ടുവീഴ്ച എല്ലാം ആവശ്യമുള്ള ഒരു സമയമാണ്. പ്രബല ഗ്രഹങ്ങളുടെ സ്ഥിതി അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് രാശിയിൽ തന്നെ കേതു എന്ന് പറയുന്ന പാപഗ്രഹം നിൽക്കുന്നു, സപ്തമഭാവത്തിൽ രാഹു. അപ്പോൾ പല വിധത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സൂചകമാണ്. ഉഷ്ണസംബന്ധമായിട്ടോ രക്തസംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ഒക്കെയുള്ള കണ്ണ് സംബന്ധമായിട്ട് ചൊറിച്ചിൽ, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ വന്നുപെടാൻ വളരെ സൂചനയുള്ള ഒരു മാസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠ, വിട്ടുവീഴ്ച ചെയ്യുവാൻ പാടില്ല. ദിനചര്യയിൽ കൃത്യനിഷ്ഠ വേണം. ഉറങ്ങുന്ന കാര്യത്തിൽ എല്ലാവരും ചോദിക്കും, ഉറങ്ങുന്ന കാര്യം തന്നെ എല്ലാവരും ഉറക്കമല്ലേ? ഉറക്കം അല്ല. വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ, സമ്മർദ്ദങ്ങൾ, പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ധാരാളം ആൾക്കാർ ഒരു പക്ഷേ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാരിൽ ഉണ്ടാകാം. അവർ കൃത്യസമയത്ത് കുറച്ച് ക്ഷീണം മാറുന്നവരെ ഒക്കെ ഉറക്കത്തിനായിട്ട് സമയം കണ്ടെത്തുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഏതെങ്കിലും തരത്തിൽ പ്രായമായവരോ അല്ലാത്തവരോ ഒക്കെ ആണെങ്കിലും രോഗാവസ്ഥകളുള്ളവരാണെങ്കിൽ അതിനൊക്കെ കൃത്യമായ മരുന്നുകൾ കഴിക്കണം. അല്ലെങ്കിൽ അതൊക്കെ രോഗാവസ്ഥകൾ മൂർച്ഛിക്കുകയും അധിക ചിലവുകൾ വന്ന് വലിയ കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ വന്നു പെടാൻ സൂചനയുണ്ട്. ജാഗ്രത വേണം. അതുപോലെ തന്നെ ഭക്ഷണകാര്യം തിരഞ്ഞെടുക്കുന്നതിലും വളരെ ശ്രദ്ധ വേണം. അഭക്ഷ്യ വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സന്ദർഭമാണ് വരുന്നത്. കേതുവാണ് ആ രാശിയിൽ നിൽക്കുന്നത്. സപ്തമഭാവം അത് വിവാഹ, മദന, ലോക, ഭാര്യ, ഭർത്തൃ സമാഗമ, ശയ്യ, സ്ത്രീ, സദ്ഗമ, നഷ്ടാർത്ഥ, മൈഥുന്യാനം, സപ്തമത് എന്ന പ്രമാണപ്രകാരം ജീവിതവും അത് കുടുംബജീവിതം, വിവാഹവും വിവാഹാനന്തര ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അവിടെ രാഹു എന്ന് പറയുന്ന പാപഗ്രഹം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ശുക്രന്റെ സ്ഥിതിയും വ്യാഴത്തിന്റെ സ്ഥിതിയും ഒന്നും അനുകൂലമല്ലാത്തത് കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിക്കുവാൻ സൂചനയുണ്ട് ഈ മാസം. ആയതിനാൽ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും വേണം. വളരെ വർഷങ്ങൾ ദീർഘകാലമായിട്ട് സന്തോഷകരമായിട്ട് വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർ പോലും അകൽച്ച മൂലം കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. അതിന് ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിമിത്തങ്ങളാകും. ചെറിയ ചെറിയ കുൽസിത ബുദ്ധികളുമായിട്ട് സഹോദര സ്ഥാനീയർ വരും, സുഹൃത്തുക്കൾ വരും, ബന്ധുക്കൾ വരും. അതിലൊന്നും അടിമപ്പെട്ടു പോകാതെ ജീവിതം അവരവരുടേതാണ് എന്ന് വിചാരിച്ച് വിട്ടുവീഴ്ചയിലൂടെ മുൻപോട്ട് പോയി സൗഹാർദ്ദപരമായ കുടുംബജീവിതം വേണ്ട രീതിയിൽ ചെയ്യുക. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പല വിധത്തിലും പഠനകാര്യങ്ങളിൽ നല്ല സ്കോർ ചെയ്യുവാൻ സാധിക്കും, മാർക്കൊക്കെ വാങ്ങിക്കാം. ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ കുട്ടികൾക്കും ഒക്കെ അത് ബാധകമാണ്. ഈ നക്ഷത്രക്കാർക്കും പരീക്ഷ എഴുതുന്നവരെ, ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരെ, പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. അത് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ജാമ്യം നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം വലിയ കുരുക്കിലൊക്കെ ചെന്ന് പെട്ട് ജീവിതം പാഴായി പോകുവാൻ ഒക്കെ സൂചന, അതിന് തുടക്കം കുറിക്കുന്ന സമയമാണ് ഈ മാസം. അതിലൊക്കെ പെട്ടുപോകാതെ വളരെ ശ്രദ്ധിക്കണം. ഏതൊരു പ്രായത്തിലുള്ള യുവതി യുവാക്കളായാലും മധ്യവയസ്കരായാലും പ്രായമായവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇളക്കം വന്ന് വരും കാലങ്ങളിൽ ഭേദമായ രീതിയിൽ എങ്ങനെയെങ്കിലും ഉള്ള പലിശ വാങ്ങിച്ചൊക്കെ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് അത് മൊത്തത്തോടെ അടിയോടെ അടിവെട്ടിക്കളയാതെ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും ലോഹ്യത്തിൽ വരിക, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും, മക്കളായിരിക്കാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു
സന്ദർഭമാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, തൊഴിൽ കാര്യങ്ങളിൽ അത് വിദേശത്തൊക്കെ പോകുവാനൊക്കെ തയ്യാറെടുക്കുന്നവർക്കും പഠിക്കുവാൻ പോകുന്നവർക്കും തൊഴിലിനായിട്ട് പോകുന്നവർക്കും അനുകൂലമാണ്. സ്ഥാനഭ്രംശസ്ഥാനത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ച് ഗമനാധിപൻ്റെ സ്ഥിതി അനുസരിച്ചും ഭാഗ്യവും ഒക്കെ ആ കാര്യത്തിൽ നല്ല പൂർണ്ണ ദൈവാധീനം. സ്വന്തം നാട് വിട്ട് വന്നു ചേരുവാൻ യോഗമുണ്ട്. സ്വന്തം നാട് വിട്ടാണല്ലോ ഇപ്പം അധികം ആൾക്കാരും ജോലി ചെയ്യുന്നത്. യുവാക്കളായാലും യുവതികളായാലും മധ്യവയസ്കരുമൊക്കെ അവർക്കൊക്കെ പൊതുവെ നല്ലതാണ്. ഗവൺമെൻറ് ജോലിക്കാർക്കും നല്ലതാണ്. അധികാരത്തിൻ്റെ ഗ്രഹം പവർഫുള്ളായിട്ട് നിൽക്കുന്ന സമയമാണ്. പ്രൊമോഷൻ കിട്ടുന്നതിനോ അതുപോലെ തന്നെ ആവശ്യമുള്ള മനസ്സിലാഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനും ഒക്കെ വളരെ യോഗമുണ്ട്. കുടുംബത്ത് ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. അധിക ദുഃഖ ദുരിത നാശ ക്ലേശങ്ങളൊന്നും സൂചകമല്ല. സ്വയം കൃത അനർത്ഥം, അതായത് സ്വയം നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കുക. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതിസാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുവാൻ പാടില്ല. വളരെ ശ്രദ്ധ വേണം. ആ സമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക. ജലയാത്രകൾ കഴിവതും ഒഴിവാക്കുക. പൊക്കത്തിലൊക്കെ കയറുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിലിറ്ററി ഓഫീസേഴ്സ് സാഹസികമായ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ പോലീസുകാർ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രീഷ്യന്മാർ, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്ന ലൈൻമാൻമാർ, ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്നവർ, അതുപോലെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, രാത്രിയിലൊക്കെ ഉറക്കളച്ചിരുന്ന് സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർ, പൊക്കത്തിലൊക്കെ കയറുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പടക്ക നിർമ്മാണം, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക. പടക്കം മേടിച്ച് കൈവച്ചൊന്നും പൊട്ടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാരും വളരെ ശ്രദ്ധിക്കണം. അതായത് മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടും ആരോടൊക്കെ എങ്കിലും ഫോൺ വിളിച്ചുകൊണ്ടും ഒക്കെ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്ത് അലക്ഷ്യമായിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യുക, അത് വളരെ അപകടകരമായ കാര്യമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാൽ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.